മുഖ്യമന്ത്രി ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയില്ല. മാസപ്പടിയെ സംബന്ധിച്ച ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയില്ല. സർക്കാരിനെ സംബന്ധിച്ച അഴിമതി, കെടുകാര്യസ്ഥത, ഭരണ പരാജയം നിങ്ങൾക്കറിയാം. 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളില്ല, 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനുകളില്ല, 1 കോടി ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നില്ല, സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല, 16,000 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കേരളത്തെ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതാണ് ഈ സർക്കാർ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. മുഖ്യമന്ത്രി അത് എത്ര മറച്ചു വയ്ക്കാനും, മുഖ്യമന്ത്രി ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ തരത്തിലുള്ള പ്രസംഗം. രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് ആക്ഷേപം, കോൺഗ്രസിനെതിരായിട്ടാണ് ആക്ഷേപം. ഞങ്ങൾക്ക് ഒറ്റ ചോദ്യമുള്ള അതിൻ്റെ അകത്ത്, ദേശീയ തലത്തിൽ വർഗീയതയെയും ഫാസിസത്തെയും പരാജയപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ എങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റും? കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ കോൺഗ്രസ് തകർന്നാൽ, കോൺഗ്രസ് ദുർബലമായാൽ അതിന്റെ സഹായം ആർക്കായിരിക്കും എന്നാണ് പിണറായി വിജയനോട് ഞങ്ങളുടെ ചോദ്യം. അപ്പൊ നിങ്ങൾ കോൺഗ്രസിനെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി നിങ്ങൾ സംസാരിക്കുന്നത് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തൃശ്ശൂരിൽ പരസ്യമായ BJPയെ സഹായിക്കാനുള്ള നിലപാടുമായിട്ടാണ് CPM പോകുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് തൃശ്ശൂരിലെ CPM പിന്തുണയ്ക്കുന്ന മേയർ BJP സ്ഥാനാർത്ഥിയെ കുറിച്ച് അനുകൂലമായ പ്രതികരണം നടത്തിയിരിക്കുന്നത്. കാരണം തൃശ്ശൂരിലെ CPM നേതാക്കൾ മുഴുവൻ കരുവന്നൂരിലെ ED അന്വേഷണത്തിന്റെ പേടിയിലാണ് കഴിയുന്നത്. അവിടെ കോടിക്കണക്കിന് രൂപയാണ് CPM കൊള്ളയടിച്ചിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ 300 കോടി രൂപ കൊള്ളയടിച്ച് വ്യാജ അക്കൗണ്ടുകളിലൂടെ കോടികളാണ് CPMന്റെ കയ്യിൽ തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട CPM നേതാക്കൾ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് സമ്മർദ്ദം ചെലുത്തി, കേന്ദ്ര ഏജൻസികളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി അവിടെ CPM വോട്ടുകൾ BJPക്ക് വേണ്ടി ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്യമായ രീതിയിലേക്ക് പോവുകയാണ്. ആദ്യം LDF കൺവീനർ വന്ന് BJP സ്ഥാനാർത്ഥികളെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഏറ്റവും മിടുമിടുക്കരായ സ്ഥാനാർത്ഥികളാണെന്ന്. സുരേന്ദ്രൻ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല BJP പ്രസിഡന്റ് അവരുടെ സ്ഥാനാർത്ഥികളെ പറ്റി. അതിനേക്കാൾ വലിയ സൂപ്പർലേറ്റീവിലാണ് നമ്മുടെ LDFന്റെ കൺവീനർ അവരെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ തൃശ്ശൂർ മേയറെ കൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു. ഇതെല്ലാം ഗൂഢാലോചനയുടെ പരിണത ഫലങ്ങളാണ്. ഭയമാണ് പിണറായി വിജയനെയും CPMനെയും ഇപ്പൊ ഭരിക്കുന്നത്. ആ ഭയത്തിൽ നിന്നാണ് BJP മുതലെടുക്കാൻ നോക്കുന്നത്. CPM വോട്ട് കിട്ടി ജയിക്കാൻ പറ്റുമോ എന്ന് അവർ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും അവർ ശ്രമിച്ചു നോക്കിയാൽ തൃശ്ശൂരിൽ അതൊരു പരസ്യമായ ഒരു ബന്ധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എവിടെ CPMഉം BJPയും തമ്മിൽ ബന്ധമുണ്ടാക്കിയാലും BJPയെ കേരളത്തിൽ ഒരു അക്കൗണ്ടും തുറക്കാൻ കോൺഗ്രസും UDFും സമ്മതിക്കില്ല. അവിടെയെല്ലാം വൻ ഭൂരിപക്ഷത്തോടു കൂടി UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുക തന്നെ ചെയ്യും.